പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതിൽ ബി ജെ പിക്ക് യാതൊരു സംശയവുമില്ല. ബാലകൻ്റെ ബുദ്ധിയാണെന്നും അദ്ദേഹത്തിന് 99 മാർക്ക് 100-ലല്ല കിട്ടിയതെന്നും ഒക്കെ പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സ്വയം അപഹാസ്യനാകുമ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് ഓരോ സമയവും ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നിരവധിയായ വിഷയങ്ങൾ പറയും, അതിനെതിരെ ഒന്ന് പ്രതിരോധം തീർക്കാൻ പോലും ബി ജെ പി നേതൃത്വത്തിന് കഴിയില്ല. കാരണം അവർക്കറിയാം അവർ ഏത് നിലയ്ക്കാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന്. രാഹുൽ ഗാന്ധി ഇതിനിടയിൽ ഒരു പ്രസ്താവന ഇറക്കി. ഗുജറാത്തിൽ 2027 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിലേക്ക് വരും, ഞങ്ങൾ നിങ്ങളെ തോൽപ്പിക്കും. ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുന്നത് നിങ്ങൾ കൺകുളിർക്കെ കണ്ടോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഗുജറാത്ത് എന്ന് പറയുന്നത് ബി ജെ പിക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി, അതും 182-ൽ 160 സീറ്റുകളുമായി മൃഗീയ ഭൂരിപക്ഷത്തിൽ 4-3 ഭൂരിപക്ഷം. ഭരണഘടനയെ ഭേദഗതി ചെയ്യാൻ ഇന്ത്യയിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം തരൂ എന്ന് വിവാദ പ്രസ്താവന നടത്തിയ രാജസ്ഥാൻ്റെ ബി ജെ പി സ്ഥാനാർത്ഥി വരെയുണ്ട്. അത്തരത്തിൽ ഒരു വലിയ ഭൂരിപക്ഷം, ആരെയും കൊതിപ്പിക്കുന്ന ഭൂരിപക്ഷം ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടി. അവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സമാന മനസ്ഥിതിയുള്ളവരും ചേർന്ന് ഇന്ത്യ മുന്നണിയിൽ അതിശക്തമായ മാറ്റമുണ്ടാക്കി ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്ന പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. ഇത് ബി ജെ പി ചെറിയ രീതിയിലല്ല കാണുന്നത്, അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. കാരണം രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും വെറുതെ അല്ല എന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം. ഉത്തർപ്രദേശിൽ ഉണ്ടാക്കിയ മാറ്റം, മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കിയ മാറ്റം അതിൻ്റെയൊക്കെ തുടക്കമാണ്. 2014-ലും 2019-ലും ഗുജറാത്ത് ലോക്സഭയിൽ 26 നേടിയെടുത്തെങ്കിൽ ഇത്തവണ ബി ജെ പിക്ക് ഒരു സീറ്റ് നഷ്ടമായി. അത് ഒരു വിള്ളലായി തന്നെയാണ് ബി ജെ പി നേതൃത്വം കണക്കാക്കുന്നത്. ഗുജറാത്ത് പോലൊരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും നമുക്കറിയാം സൂററ്റിൽ എതിർ സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, അതായിരുന്നല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ സാക്ഷ്യം വഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സംസ്ഥാനത്ത്, ബി ജെ പിക്ക് സർവാധിപത്യമുള്ള സംസ്ഥാനത്ത്, കോൺഗ്രസിൻ്റെ ഓഫീസുകൾ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം അത് ഹിന്ദുക്കളെ അപമാനിക്കലാണ് എന്ന് പറഞ്ഞ് ബി ജെ പിയുടെയും പോഷക സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന അതിശക്തമായിട്ടുള്ള ഒരു കടന്നാക്രമണം, അല്ലെങ്കിൽ അവരുടെ ആധിപത്യം എന്താണെന്ന് കാണിച്ചു കൊടുക്കൽ ഒക്കെ ആയിരുന്നല്ലോ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ നടന്നത്. അങ്ങനെയുള്ള ഗുജറാത്തിൽ അധികാരത്തിലേക്ക് ഞങ്ങൾ വരുന്നു എന്ന് തിരിച്ചു പറയുമ്പോൾ അതിനകത്ത് പ്രത്യേകമായി ബി ജെ പി ഭയത്തോടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ബി ജെ പിയിലേക്ക് ചേക്കേറിയ, കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയ നിരവധിയായ നേതാക്കൾ തിരികെ കോൺഗ്രസ്സിലേക്ക് എത്താൻ പോകുന്നു. കാരണം കോൺഗ്രസ്സിന് ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഹാർദിക് പട്ടേൽ അടക്കമുള്ള നേതാക്കൾ നമുക്കറിയാം കോൺഗ്രസ്സിന് വേണ്ടി നിന്നവരാണ്. അവർ ബി ജെ പിയിലേക്ക് ചേക്കേറി, അവർ ബി ജെ പിയുടെ നേതാക്കളായി മാറുന്ന ഒരു കാഴ്ച. എന്നാൽ ബി ജെ പിയിൽ അധിക നാൾ നിന്നിട്ട് കാര്യമില്ല. ബി ജെ പിയെ മുന്നോട്ട് നയിക്കുന്നത് അവിടുത്തെ ഒരു കോക്കസാണ്. അതുമായി സഹകരിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കി തിരികെ കോൺഗ്രസ്സിലേക്ക് ചേക്കേറുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു നേതൃത്വം ഗുജറാത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ബി ജെ പിയുടെ ആണിക്കൽ ഇളകാൻ തുടങ്ങിയിരിക്കുന്നു. അവരുടെ ശക്തി ദുർഗം, ഇന്ത്യയിലെ തന്നെ അവരുടെ ഏറ്റവും ഭദ്രമായ സംസ്ഥാനമായ ഗുജറാത്തിൽ നിന്ന് തന്നെ പണി കൊടുക്കാം എന്ന ഇന്ത്യ മുന്നണിയുടെ ദീർഘവീക്ഷണം, അത് ബി ജെ പി നേതൃത്വം വളരെയധികം വ്യാകുലതയോടെ തന്നെയാണ് കാണുന്നത്.